ധനവാന്മാർക്ക് മുന്നറിയിപ്പ്. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങൾ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ ചിതലരിച്ചു പോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസം വിഴുങ്ങും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. അവൻ നിങ്ങളെ എതിർത്തു നിന്നില്ല. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10 വാക്യങ്ങൾ 17 മുതൽ. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, എൻ്റെ ചെറുപ്പം മുതൽ ഞാനിവയെല്ലാം പാലിക്കുന്നു. യേശു അവനെ നോക്കി സ്നേഹം തോന്നി അവനോട് പറഞ്ഞു, ഒരു കാര്യം നിനക്ക് കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം മൂലം മുഖം വാടി അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്രയോ ദുഷ്കരം. യേശുവിൻ്റെ വാക്കുകളിൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്രയോ ദുഷ്കരം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിപ്പുഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ അത്യന്തം വിസ്മയഭരിതരായി തങ്ങളോട് തന്നെ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്കാണ് സാധ്യം? യേശു അവരെ പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അല്ല. എന്തെന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്.
പത്രോസ് അവനോട് പറയാൻ തുടങ്ങി, ഇതാ എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം വിരുദ്ധനങ്ങളും വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവിതം. എന്നാൽ മുൻപന്മാരിൽ പലരും മുൻപന്മാരാകും, പിൻപന്മാരിൽ പലരും മുൻപന്മാരും. നമ്മുടെ കർത്താവായ നമ്മുടെ ജീവിതത്തെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ വേണ്ടി കർത്താവ് പറയുന്ന ഉപദേശങ്ങൾ നമുക്ക് പെട്ടെന്ന് സ്വീകാര്യമായി തോന്നാൻ പ്രയാസമുള്ളവയാണ്. യാക്കോബുസ്ലിഹായുടെ ലേഖനം വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു ഭയം തോന്നും. യാക്കോബുസ്ലിഹായുടെ വാക്കുകൾ, ധനവാന്മാരെ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളോട് ഉച്ചത്തിൽ നിലനിൽക്കും. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വസ്ത്രങ്ങൾ ചിതലരിച്ചുപോയി, നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസം വിഴുന്നു. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. ഇതിൽ അതിശയോക്തിപരമായിട്ട് വല്ലതുണ്ടോ? ഇത് കൃത്യം സംഭവിക്കാനുള്ള കാര്യമാണ്. ഈ POCയുടെ ഒരു പഠന ബൈബിളുണ്ട്. നമ്മൾ വായിക്കുന്ന ഭാഗത്തിൻ്റെ അത്യാവശ്യം അർത്ഥം പറഞ്ഞു തരുന്നൊരു പ്രത്യേക ബൈബിളാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നശ്വരമായ ഈ ലോക ജീവിതത്തെപ്പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ദൈവാശ്രയമില്ലാത്തവന് വന്നു ചേരുന്ന വിനാശം ലേഖകൻ ചൂണ്ടിക്കാണിക്കും. ആണ് പോയിന്റ്. ദൈവം ഒരു വശത്ത്, സമ്പത്ത് വേറൊരു വശത്ത്. സമ്പത്ത് ഉണ്ടാകുന്നവർക്ക് വരാവുന്ന ഏറ്റവും വലിയ പ്രലോഭനം ഏതോ ഇല്ലെങ്കിൽ സാരമില്ല. ഉദാഹരണം, എനിക്ക് ഒരു സീരിയസ് ആയ അസുഖമുണ്ടെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചു. സർജറി വേണം, 30 ലക്ഷം രൂപ വേണം. കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് 35 ലക്ഷം രൂപ ബാക്കിലുണ്ടല്ലോ, വലിയ പ്രശ്നമില്ല, കൈകാര്യം ചെയ്യാം. നേരെ 10 രൂപയില്ലാത്ത എന്ത് ചെയ്യും? ദൈവമേ എനിക്ക് നിവൃത്തിയില്ല, എങ്ങനെ സഹായിക്കണേ എന്ന് പറയല്ലേ? അതാണ് വിഷയം. അപ്പൊ കർത്താവ് സമ്പത്തിനെതിരായി സംസാരിക്കുന്നതല്ല, സമ്പന്നരോട് കർത്താവ് ശത്രുതയുമില്ല. ഈ സമ്പത്ത് ഉണ്ടാകും തോറും നമുക്ക് വരാവുന്ന ബലഹീനത, ആശ്രയം നമ്മൾ സമ്പത്ത് കണ്ടുപിടിക്കും. ഇപ്പൊ എല്ലാവരും കണക്കുകൂടുന്ന എങ്ങനെയാ? മാസം പറക്കുമ്പോൾ അല്ലേ, മാസം അവസാനമാകുമ്പോൾ ഒന്നുമില്ല. സത്യത്തിൽ നമ്മൾ പ്രായോഗികമായി ചിന്തിക്കുകയാണ് സമ്പത്തിനെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നത്. കാരണം 2-ാം തീയതി 3-ാം തീയതി 4-ാം തീയതി 5-ാം തീയതി ആകും എനിക്ക് തരവ കൈ കിട്ടും. അതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത്.
നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ വിശ്വസിക്കുന്നു പറയുന്നുണ്ടെങ്കിലും പ്രായോഗിക ജീവിതം നമ്മൾ ആശ്രയിക്കുന്ന സമ്പത്തിനാണ്. അത് യാക്കോബ് ശ്രീയായ ഈശോയുടെ വചനത്തിൽ എടുത്ത് പറയുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ മനോഹരമായ ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. 3-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും വരുത്. നമ്മൾ നിരന്തരമായ ഈ ഒരു പ്രലോഭനം നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ചുറ്റുപാടുമുള്ളതെല്ലാം അനുകൂലമാകുമ്പോൾ നമുക്ക് സമാധാനമായിരിക്കും. നമുക്ക് ചുറ്റുപാടുകളുള്ളതെല്ലാം പ്രതികൂലമാകുമ്പോൾ നമുക്ക് നിരാശനും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ആശ്രയം വയ്ക്കുന്നത് ഉന്നതത്തിലേക്കല്ല, മറിച്ച് ഇവിടെയുള്ള കാര്യങ്ങളിലാണ്. ശരിക്കും തിരുത്തിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ആത്മീയ ജീവിത രഹസ്യമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നനും സുഖത്തിൽ പോകാൻ പറ്റും എപ്പോഴാണ്? അവന്റെ സമ്പത്തിന്റെ നശ്വരതയെപ്പറ്റി ബോധവാനായിക്കൊണ്ട് ആ സമ്പത്തിൽ ഒട്ടും ആശ്രയം വെക്കുക. സമ്പത്ത് ഈ ലോകം മുഴുവനും വിലയ്ക്ക് വാങ്ങാൻ സമ്പത്തുണ്ടെങ്കിൽ പോലും ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ പറ്റുകയില്ല, ദൈവം മാത്രമാണ്, ദൈവത്തിന് പകരം വയ്ക്കാൻ പറ്റുകയില്ലതൊന്നും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ എത്രയോ വിശുദ്ധരും സഭയുടെ കലണ്ടറുകളുണ്ട്. മഹാ സമ്പന്നരും രാജാക്കന്മാരെയാണ്. ഞാൻ അടുത്ത രാത്രി പഠനം നടത്തിയപ്പോൾ 28 രാജാക്കന്മാരെ സ്ഥാപനമുണ്ട് സഭയിലെ വിശുദ്ധരുടെ പട്ടിക. ഒരു രാജാവെന്ന് പറഞ്ഞാൽ എന്തോരം കാശുള്ളതാണ്, എന്തോരം സൗകര്യമുള്ളതാണ്, എന്തോ സമ്പത്തുള്ളതാണ്. അപ്പോൾ അത് തെളിയിച്ചത് ഇതാണ്, കർത്താവ് താരതമ്യം ചെയ്യുന്നത് ഭൂമിയിലെ ജീവിതവും സ്വർഗ്ഗത്തിലെ ജീവിതവും തമ്മിലാണ്. കർത്താവ് ധനികരോട് പറയുന്നതാണ്, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും. അപ്പൊ ഈ ഭൂമിയിലെ നിക്ഷേപം മുഴുവനും നീ ഉപേക്ഷിക്കണം എന്ന് പറയുന്നു. ഇത് എഴുതി വെച്ചിരിക്കുകയാണ്. അവൻ സങ്കടത്തോടെ പോയി. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളോട് ഞാൻ 10 രൂപ ചോദിക്കാൻ തരും, 10 ലക്ഷം ചോദിച്ചാലോ? ആഹാ 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 ആഹാ. അയാൾക്ക് നേരെ കുറിച്ച് ആ ഉള്ള സ്വത്തിന്റെ ഒരു 10 ഉണ്ടായിരുന്നില്ല, അത് അങ്ങനെ എന്താ അയാൾക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. കുറച്ച് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു പോയത്. അപ്പൊ ആ വളരെയേറെ സമ്പത്ത് വന്നപ്പോ അത് വിടാൻ മതി. ഈ ധനവാനെ നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അറിയാതെ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് മാറിപ്പോവുകയാണ്. ഒരു ജോലിയില്ലാത്ത ആൾ വിചാരിക്കുക എന്താണ്? ഒരു നല്ല ജോലി കിട്ടിയാൽ എൻ്റെ ജീവിതം സൗഭാഗ്യകരമാണ്. അല്ലെങ്കിൽ ആരോഗ്യം പോയിരിക്കുന്ന ഒരാൾ നല്ല ആരോഗ്യം ഉണ്ടാകുകയാണ് എൻ്റെ ജീവിതം വിജയിക്കും എന്ന് നമ്മൾ വിചാരിച്ചു പോവുകയാണ്. നേരെ തിരിച്ചു വേണമില്ല. ഇതൊന്നുമില്ലെങ്കിലും ദൈവം എന്നെ പരിപാലിക്കും, ദൈവം എന്നെ സംരക്ഷിക്കും. അതാണ് സുഭാഷിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുവിൻ, എൻ്റെ ബുദ്ധിയെ ആശ്രയിക്കുന്നു. യിരെമ്യായുടെ പുസ്തകത്തിൽ ഒരു ഉദാഹരണം ഉപയോഗിക്കുന്നുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നതിനെ പറ്റി നമുക്ക് വേഗം മനസ്സിലാകുന്ന ഒരു ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷത്തോട് ഓർമ്മിക്കുകയാണ്. എല്ലാ കാര്യവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ. ആറ്റുതീരത്തെ വൃക്ഷത്തിൻ്റെ ഗുണമെന്താ? വെള്ളം ശേഖരിച്ച് വെക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ആറ്റിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാനായിട്ട് ആ ചെടിക്ക് സാധിക്കും.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇന്ന് ഒന്നുമില്ലെങ്കിലും നാളേക്ക് വേണ്ടി ഒന്നും നമ്മുടെ ഇല്ലെങ്കിലും ദൈവത്തിൽ പൂർണ്ണമായി ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയം വെച്ചാൽ ആ സമയത്ത് ദൈവം തരും. ഇത് എത്രയോ അനുഭവങ്ങളാണ്. ഞാൻ ഒരിക്കലൂടെ നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ ആരംഭകാലത്താണ് നമ്മുടെ ഓഫീസിൽ ഇരുന്നത് നമ്മുടെ ഈ മെയിൻ റോഡിൻ്റെ അറ്റത്ത് മൂലയിൽ ആയിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പനിയും അസുഖമൊക്കെ പിടിച്ചു. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല. 10 രൂപ പോലും ഓഫീസിൽ നിന്ന് എടുക്കാൻ ഇല്ലാത്ത ദിവസമായി. ഞാൻ ഒരാളെ കൂടി ഒരു സഹായം പ്രവർത്തിക്കാൻ ചൊല്ലി വന്നു. വളരെ ഉന്നതനായ മനുഷ്യനാണ്. പറഞ്ഞാൽ കൂടുതൽ വരുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ടാകുമ്പോൾ ഞാൻ വിശദമായി പറയുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനോട് ഞാനും BP വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുത്തെ ദയനീയസ്ഥിതിയെല്ലാം വിവരിച്ച് കഴിഞ്ഞു. കാര്യം അപ്പോൾ അദ്ദേഹം ഇതെല്ലാം കേട്ട ശേഷം ഞാൻ വിചാരിച്ചപ്പോൾ മേശയുടെ വലിപ്പ് തുറക്കുമായിരിക്കും. ഒരു രോഗവും പറഞ്ഞില്ല. 1 മണിക്കൂർ ഇതെല്ലാം ഈ പട്ടാണിയെല്ലാം ഓടിയിട്ട് ഒരു രോഗം എടുത്ത് തന്നില്ല. അപ്പം ഉച്ചയായിട്ടുണ്ട്. ഞാൻ തിരിച്ച് സങ്കടത്തോടെ ഇവിടെ വന്ന് ഗേറ്റ് കിടന്ന് ഇപ്പോൾ കൗൺസിലിംഗ് ഹോൾ ഉപയോഗിക്കുന്ന അപ്പോൾ നഗരമായിരുന്നു. ഒരാളവിടെ കാത്തുനിൽക്കുന്നുണ്ട്. അയാൾ ആലപ്പുഴയിൽ വന്നിരിക്കുന്നതാണ്. 50,000 രൂപ കാശ് കൊടുത്തിരിക്കും. ഞാനിവിടെ ഇറങ്ങിപ്പോയപ്പോഴത്തേനല്ല ഇവിടെ വന്നു. അച്ഛനെ കണ്ടു തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നമ്മളൊരു അത് ഞങ്ങളെന്തപ്പോൾ ഒരു 100 രൂപ ആണെങ്കിൽ പോലും ഞങ്ങൾ സന്തോഷിച്ചു പോകണം. ആ സ്ഥാനത്ത് 50,000 രൂപ. അപ്പോൾ ഇതെല്ലാം കർത്താവ് കാണുകയാണ്. ആ ദിവസം ഉണ്ടായ സംഭവമാണ്. എനിക്ക് അതിനൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് പോയാലൊന്നും കിട്ടിയാൽ എനിക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിനറിയാം. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഈ ആളെ ആലപ്പുഴയിൽ നിന്ന് ഇത്രയും വലിയ എമൗണ്ട്, അന്നത്തെ കാലത്ത് 10 കൊല്ലം മുമ്പല്ലേ, 14 കൊല്ലം മുമ്പാണ്, ഇത്രയും വലിയ എമൗണ്ടുമായിട്ട് വന്ന് കാത്തു നിൽക്കുക. നമ്മൾ ദൈവത്തെ ആശ്രയിച്ചാൽ നമുക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല. പക്ഷെ നമുക്ക് പറ്റുന്ന അർത്ഥം മനുഷ്യനെ ആശ്രയിക്കും. കാരണം ഞാൻ മനുഷ്യനെ ആശ്രയിച്ചാൽ പോയത് അല്ലേ? തീർച്ചയായും ദൈവമൊന്നും പ്രതീക്ഷിച്ചാൽ പോയത്. ദൈവം മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണ്. കാരണം മനുഷ്യനല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിനെ ആശ്രയിക്കേണ്ടത്. നമ്മുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ അനുദിന ആവശ്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ വളരെ എപ്പോഴും ആശങ്ക പറയും. എന്ത് ചെയ്യും, ഇതെങ്ങനെയാണ്, എന്ത് ചെയ്യും. ശരിയാണ്, മാനുഷികമായ അങ്ങനെ ചിന്ത ഉണ്ടാകാൻ സാധ്യത. പക്ഷെ ഒരു കാര്യം അനുഭവത്തിൽ പഠിച്ചത് എന്താ? നമ്മൾ ചിന്തിക്കാത്ത, ഊഹിക്കാത്ത, സ്വപ്നം കാണാത്ത വഴികളോട് ദൈവം ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ 100 കഥ പറയാം അല്ലേ? നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ സാമ്പത്തിക കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് നമുക്ക് ഈശോ പറഞ്ഞിരിക്കുന്ന പോലെ ആ ധനികരായ ചെറുപ്പക്കാരനെ പറ്റി ഈ സുവിശേഷകനായ മർക്കോസ് പറയുന്നത്, യേശുവിന് അവനെ നോക്കി സ്നേഹം തോന്നി അവനോട് പറഞ്ഞു, ഒരു കാര്യം നിനക്ക് കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വീട്ടിൽ ദരിദ്രർക്ക് കൊടുക്കുക, സ്വർഗത്തിൽ നിന്ന് ലക്ഷ്യമുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ഊന്നൽ എന്താ ഇവിടെ? സ്വർഗത്തിൽ ലക്ഷ്യമാക്കാനാണ് പറയുന്നത്. ഈ ഭൂമിയിലെ ജീവിതം കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, അത് ശാശ്വതമായിട്ടുള്ളതല്ല. അതുകൊണ്ട് ഇവിടുത്തെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും സ്വർഗത്തിൽ സമ്പത്ത് ചേർത്ത് വയ്ക്കാൻ പറയുക. യാക്കോബയുടെ വാക്കുകളിൽ ഈ അന്യായമായി പണം സമ്പാദിച്ച് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശരിക്കും മനസ്സാക്ഷി പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നു, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അർഹതയില്ലാത്ത വന്നീകരണമുണ്ടാകാൻ സാധ്യത എപ്പോഴും ഉണ്ടാകും. നമുക്ക് അർഹതയില്ലാത്തത് നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ എവിടെ വെച്ചൊക്കെ വന്നീകരണമുണ്ടാകും. അതിന് ഒരു പരിഹാരം അറിയാമോ?
പരിഹാരം നമ്മൾ ദാനം ചെയ്യുക എന്നുള്ളത്. ചില അച്ഛന്മാർ മരിക്കാൻ നേരത്തെ അവരുടെ മരണപത്രം എഴുതി വെച്ച് കേട്ടിട്ടുണ്ട്. കുർബാന ഏൽക്കുമല്ലോ, ഒരാൾ കുർബാന ഏൽപ്പിച്ചു. അന്നത്തെ കാലത്ത് 10 രൂപ കുർബാന വരവ് വെച്ച് കണക്കൂട്ടി വരവ് വെച്ച് 10 രൂപ മേശകളിൽ എടുത്തിട്ട് നാളെ ആ കുർബാന എഴുതി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കുർബാന ഏൽക്കുന്നത് കൃത്യമായ എഴുതിയിലേക്ക് കൃത്യമായിട്ടാണ് നിയമത്തോട് ചോദിക്കും. അപ്പം എല്ലാം കഴിയും. ജീവിതത്തിന് അവസാനം ഒരു പേടിയൊരു ആശങ്ക, നല്ല കുർബാന എങ്ങാനും ചൊല്ലാതെങ്ങാനും പോയിട്ടുണ്ടാവോ ഇത് പേടിച്ചിട്ട് എന്തെങ്കിലും മിച്ചം കയ്യിലുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുകയാണ്. ഇത് കുർബാന അർപ്പിക്കാൻ വേണ്ടി ഞാൻ സമർപ്പിക്കുന്നത്. അപ്പോൾ ധനവുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളിൽ വളരെ ശ്രദ്ധ വേണം. നമ്മളത് കൊടുത്താണ് അത് പരിഹരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈശോ എടുത്ത് പറയുന്നുണ്ട്, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതി. പത്രോസ് അഭിമാനത്തോടെ പറയുന്നുണ്ട്, കർത്താവെ ഞങ്ങൾ, പത്രോസ് പറഞ്ഞു, ഇതാ എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരെല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. അവസാനം കൂട്ടിച്ചേർക്കുകയാണ്, വരാനുള്ള ജീവിതത്തിൽ. അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കുള്ളതെല്ലാം ദാനം ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ വരുന്നതനുസരിച്ച് കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിൽ സന്തോഷിക്കണം. സന്തോഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിൽ സന്തോഷിക്കാൻ തോന്നും നമുക്ക്. പക്ഷേ കർത്താവിനെ പ്രതിയും കർത്താവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ദരിദ്രർക്ക് വേണ്ടിയും നമ്മൾ കൊടുക്കുന്നതിൽ ഒരു വലിയ പരമാനന്ദം. ഒരിക്കൽ ഇവിടെ ക്രിസ്മസിന് ധാരാളം പേര് സമ്മാനം കൊടുക്കുന്നതാണ്, കേക്ക് കൊടുക്കുകയാണ്. ഒരു പ്രാവശ്യം ക്രിസ്മസിൽ നമ്മൾ ചെയ്തത്, ഇവിടെ അന്ന് ധ്യാനം ഉണ്ടായിരുന്നു, ദിവസത്തെ ധ്യാനം 300 പേര് ധ്യാനിക്കുന്ന സമയത്താണ് നമ്മൾ കളമശ്ശേരിയിൽ നേരത്തെ കൂട്ടി ചെന്ന് ഒരുങ്ങി 25 തീരെ ദരിദ്രരായ കുടുംബങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് ആ വീടുകളിലേക്ക് ക്രിസ്മസിന് അന്ന് പ്രധാന സമയമാക്കി നമ്മൾ എല്ലാവരും പോയി അവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് പുതിയ വസ്ത്രങ്ങളും കേക്കും ക്രിസ്മസ് സമ്മാനമെല്ലാം കൊടുക്കും. തിരിച്ചു വന്ന വഴിക്ക് എല്ലാവരും പറയുമായിരുന്നു, ഇവിടെ എന്തോരം കേക്ക് സമ്മാനങ്ങൾ തന്നാലും അത് നമ്മൾ സന്തോഷിപ്പിക്കുന്നു. പക്ഷേ അങ്ങോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് പോരുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദം മനസ്സിൽ. അതാണ് വിശുദ്ധ ആഗസ്റ്റിനോസ് പറഞ്ഞത്, ഫ്രാൻസിസ് പറഞ്ഞത്, കൊടുക്കുമ്പോഴാണ് ഈ പണമാത്രമല്ല, ഇവിടുത്തെ പൈസയെ കൂടിയിട്ടുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന അധ്വാനങ്ങൾ, അടുക്കളയിൽ ശുശ്രൂഷ ചെയ്യുന്ന മന്ദിരായ സഹോദരങ്ങൾ, ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ ഇവരെ കാണുമ്പോൾ ഈ ബീച്ചുകളൊക്കെ വേർത്ത് ഒളിച്ച് ഡ്രസ്സ് പിഴിഞ്ഞെടുക്കാവുന്ന രീതിയിലാണ് വേർത്ത് ഒളിച്ച് രാവിലെ വരുന്നത്. അത് എത്രമാത്രം കത്താൻ ഒരു ഭീകരമായ കാര്യമാണ്. കത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം തിരിക്കുകയാണ്, ഇല്ലായ്മയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്കെല്ലാം സന്തോഷിക്കുക. നമ്മൾ കർത്താവിൻ്റെ ആലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൽ ഒരുപാട് പ്രസാദകരമാണ്. അത് ഈ ലോകത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും നമുക്ക് വലിയ സമ്മാനം കിട്ടും. ക്രൈസ്തവം ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്തോരം പേരാ വരുന്നത്. പാവപ്പെട്ട അധ്യക്ഷന്മാർ തന്നെ നടന്നു വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ പോലും ഉണ്ടാവണം വെടിഞ്ഞ് വന്ന് കർത്താവിൻ്റെ മുന്നിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുകയാണ്. മണിക്കൂറുകൾക്ക് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് ധ്യാനം കൂടുന്ന അനേക വ്യക്തികൾ അവർ രക്ഷിക്കുന്ന ദൈവമേ അവർക്ക് മനസ്സാന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കും.
നമ്മൾ ടെലിവിഷൻ മുമ്പിൽ പോയി കുറേ നേരം ഇരുന്നതുകൊണ്ടോ ഫോണിൽ നോക്കി നാട്ടുകാരുടെ വർത്തമാനം പറഞ്ഞ ഒന്നും സ്വീകാര്യമാകുകയില്ല. കർത്താവിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ത്യാഗത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഒരു ദൈവത്തെ ഏറ്റവും സ്വീകാര്യമായ ബലിയായി മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിന് നമ്മുടെ ശുശ്രൂഷയ്ക്കും വേണ്ടി നമ്മൾ എന്ത് കൊടുത്താലും സമയം, ആരോഗ്യം, സമ്പത്ത്, കഴിവുകൾ എന്ത് കൊടുത്താലും അതെല്ലാം സ്വർഗം ശ്രദ്ധിക്കുന്നു. സ്വർഗത്തിൽ നിശ്ചയവുമായി മാറുകയാണ് ചെയ്യുന്നത്. നേരെ പറ്റി നമ്മുടെ സ്വാർത്ഥസുഖത്തിന് വേണ്ടി നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മളെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് എഴുതിയിട്ടാണ് കൊത്തുതാപലിയായി മേരി മാത്യു, കൊത്തുതാപലിയായി മേരി KJ, 70ാമത്തെ ബർത്ത്ഡേക്ക് മുന്നിലായിട്ട് കുടുംബസമാധാനത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ജോസഫ് രവി, പരിശുദ്ധാത്മാവിനെ ലോകസൗകര്യമായ അനിൽ, വിസ ലഭിക്കാനും ജോലി ലഭിക്കാനും മോൻ ആത്മശാന്തിക്കായി നേരിടുന്നു. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തേക്ക് കാഴ്ചവെക്കാം. നമ്മളിപ്പോൾ ഈ ദിവസം ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കാരുണ്യ സ്നേഹമാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ അവിടുന്ന് എത്രമാത്രം സ്നേഹത്തോടും വാത്സല്യത്തോടും കരുതലോടും കൂടി ഇടപെട്ടിരിക്കുന്നു. യോഹന്നാനിപ്പോൾ നമുക്ക് എടുത്തു പറയാം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ നാം വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനോട് ആവർത്തിച്ച് പറയുകയാണ്, നീ കർത്താവിൽ ശരണം വയ്ക്കുക. കർത്താവിൽ ശരണം വയ്ക്കാൻ ആവശ്യപ്പെടുകയാണ്. നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ ശരണം വയ്ക്കുന്നത് എളുപ്പമാണ്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് അറിയാവുന്ന ആൾ ശരണം വയ്ക്കാൻ എളുപ്പമാണ്. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരട്ടെ. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ദൈവമാണ്. ഏറ്റവും അധികം സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നതാണ് ബുദ്ധി. അതായത് അങ്ങനെ വേണ്ടത്ര ആശ്രയിക്കാതെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട്. ചുറ്റുപാടുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കുള്ളവയിൽ ഞങ്ങൾ ആശ്രയം വെച്ച് പോയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ പശ്ചാത്തലമില്ല. കർത്താവേ, അങ്ങയിലേക്ക് ഞങ്ങളുടെ ആശ്രയം മുഴുവൻ ഉയർത്തുന്നു. ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ അങ്ങയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. ഞങ്ങളുടെ ആശ്രയം കർത്താവ് മാത്രം. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കൽ ലക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളെ പഠിപ്പിക്കണമേ തത്വം. ശിഷ്യന്മാർ തങ്ങൾക്കുണ്ടായിരുന്ന ഉപജീവനത്തിലുള്ള വക പോലും അങ്ങയുടെ മുമ്പിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് അങ്ങയുടെ പിന്നാലെ അന്വേഷിച്ചു. കർത്താവേ, 2000 വർഷങ്ങളായി സഭയിൽ ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങളുടെ മുമ്പിലുണ്ട്. തങ്ങളുടെ സെക്യൂരിറ്റി മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൽ മാത്രം സെക്യൂരിറ്റി ഉണ്ടാക്കിയ സൂക്ഷിപ്പ് ഉണ്ടാക്കിയ വിശുദ്ധരുടെ ഒരു വലിയ നിലയുടെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ദൈവമായ കർത്താവേ, ഞങ്ങൾ വിശുദ്ധരെ പോലെ അങ്ങേ ആശ്രയിക്കുമ്പോഴാണ് ഞങ്ങളിലുള്ള ആശ്രയം അവസാനിപ്പിച്ച് ശരണം മുഴുവൻ അങ്ങനെയൊക്കെ ഉയർത്തുവാൻ ഞങ്ങളെ പദ്ധതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Amen.
ഭാഗത്ത് നമുക്കുള്ളതിൽ ഒരു പ്രതീക്ഷയും വയ്ക്കാതെ എല്ലാ പ്രതീക്ഷയും ദൈവത്തിൽ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. അങ്ങനെ ജീവിക്കുക. ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിലോ ഞങ്ങളുടെ ആരോഗ്യത്തിലോ ഞങ്ങളുടെ സമ്പത്തിലോ ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളിലോ ശരണം വയ്ക്കാതിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കാരണം അവയെല്ലാം ഇന്നുണ്ട് നാളെ ഇല്ലാതാകും. വെള്ളത്തിലെ കുട പോലെയാണ്. എന്നാൽ അങ്ങേക്ക് മാത്രം മാറ്റമില്ല. അങ്ങനെ വിശ്വസ്തതയ്ക്ക് ഒരിക്കൽ കുറവ് വരികയില്ല. ഞങ്ങൾക്കാരെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളിൽ ഒട്ടും ആശ്രയിക്കാതെ അങ്ങയെ തന്നെ ശരണം വയ്ക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. നാഥ കിടക്കുന്നതോളം അനുകൂലമായി എത്തുന്നത് ആ മൂന്ന് യുവാക്കന്മാരെ തീച്ചൂളയിലേക്ക് വലിച്ചെടുത്തു. തീച്ചൂളയിൽ കടന്നുകൊണ്ട് അവർ ദൈവത്തിൽ തങ്ങളുടെ ശരണം വെച്ചു. ദൈവത്തിൽ ആശ്രയം വെച്ചിൽ അടയാളമായിരുന്നു അവരുടെ ആരാധന. നമ്മൾ കൈയടിച്ച് ആദ്യമായി ആരാധിക്കുന്നതിന് അർത്ഥം ദൈവത്തിൽ മുഴുവനായി ശരണം വെച്ചു എന്നതിന് അടയാളമായിരുന്നു. അപ്പോൾ ദൈവം ഇറക്കി വന്നു. തീച്ചൂളയിലേക്ക് എല്ലാ കർഷകരുടെയും ദേശങ്ങളുടെയും നടുവിൽ കർത്താവിനെ ആരാധിക്കാം. പിതാവിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, എന്റെ കർഷകരുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതേപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു. എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അത് എനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. കണ്ണടച്ച് നിൽക്കരുത്. ഒരാളവിടെ പോയി പിന്നെ മേടിച്ചാലും മാറ്റമില്ല. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാര്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും
അവിടുന്നാണ് എൻ്റെ പ്രത്യാശ. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവരാണ്. കർത്താവ് സമ്മതിക്കുകയില്ല.
പല പാപദൃശ്യങ്ങൾക്ക് അടിമകളായി മാറിയ 12 പേരെ കർത്താവ് വിശദീകരിച്ച് ബോധിപ്പിക്കുന്നു. ഡിപ്രഷനുള്ള വിഷാദ രോഗികളെ 2 പേരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. സാമ്പത്തിക തകർച്ചയിൽ ആണ്ടുപോയ 9 പേരെ കർത്താവ് ഉദ്ധരിച്ചുയർത്തുന്നു. സന്താനഭാഗ്യം നൽകി 2 മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കിഡ്നി രോഗിയായ എൽസിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. സുഖപുഷ്പം നൽകി 2 മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മക്കളെ പറ്റിയുള്ള ആകുലതയിൽ 8 പേരെ കർത്താവ് മോചിപ്പിക്കുന്നു. വിദേശത്ത് പോയി തിരിച്ചു വരാൻ പറ്റാത്തവണ്ണം കുടുങ്ങിപ്പോയ ഒരാൾ തിരിച്ചു വരാൻ കർത്താവ് കൃപ കൊടുക്കുന്നു. ഹാർട്ടിന്റെ വാൽവ് ചുരുട്ടുന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കൂടെ പനി വരുന്ന 3 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. സ്വന്തം കാര്യം മാത്രം ജീവിതത്തിൽ അർത്ഥമാക്കി മാറ്റിയ 7 പേരെ കർത്താവ് സ്വാർത്ഥതയിൽ നിന്ന് മോചിപ്പിക്കുന്നു. അന്ധകാശക്തികളുടെ പിടിയിൽ അമർന്നുപോയ 8 കുടുംബങ്ങളെ കർത്താവ് രക്ഷിക്കുന്നു. വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന 5 പേരെ കർത്താവ് വിശ്വാസത്തെ കൊണ്ടുവരുന്നു. വിവാഹബന്ധം വേർപെടുത്താനുള്ള തീരുമാനത്തിൽ 2 പേരെ കർത്താവ് മോചിപ്പിക്കുന്നു. ഗർഭം മനസ്സിൽ പോകാനുള്ള ഒരു മകൾ കർത്താവ് സന്താനമായി കൊണ്ട് അനുഗ്രഹിക്കുന്നു. നക്കളിലെ കശേരുകൾ അകന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കട്ടറയിലും ദാരിദ്ര്യ ഇല്ലായ്മയിലും ദൈവത്തിൽ ആനന്ദിക്കുവാനുള്ള അഭിഷേകം നൽകി 48 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സുഖലോലതയുടെ അടിമത്തം മാറ്റി 11 പേരെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. കഠിനമായ നടുവേദന 5 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ദൈവശുശ്രൂഷയ്ക്കുള്ള തീക്ഷ നൽകി 13 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. 2 മക്കളെ വേദിക്വസ്ത്രീയും കർത്താവ് എടുത്ത് മാറ്റുന്നു. ചെവിയുടെ പാടം പൊട്ടിയ ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ധ്യാനത്തിന് വേണ്ടി പരിഹാരത്തിന് പ്രാർത്ഥന കർത്താവ് ആവശ്യപ്പെടുന്നു. ഉണങ്ങാത്ത ആന്തരിക മുറിവുകൾ ഉണ്ടായിരുന്ന 17 പേരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. Hallelujah, 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 hallelujah.